ഒരുപാട് പ്രിയങ്കരനായിരുന്ന ഷാഫിയെ വീണ്ടും ഒന്ന് ഓർമ്മിക്കുന്ന ഒരു ദിവസം. അങ്ങനെ സങ്കടത്തോടെ ഓർമ്മിക്കേണ്ട ഒരാളെ പറ്റി പറയുമ്പോൾ നമുക്കൊക്കെ മുഖത്ത് ദുഃഖവും വിഷമമൊക്കെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ ഷാഫിയെ പറ്റി ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഉറക്കെ ചിരിച്ചുകൊണ്ട് ആരോ പറഞ്ഞ തമാശ ആസ്വദിക്കുന്ന, കൈകൊട്ടി ചിരിച്ച് ആസ്വദിക്കുന്ന ഒരു ഷാഫിയാണ്. അത് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ മുഖത്ത് ഒരു ചിരിയാണ് ആദ്യം ഉണ്ടാകുക. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആര് തമാശ പറഞ്ഞാലും അതിനെ ഒരുപാട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്ന, അത് ആസ്വദിച്ചിരിക്കുന്ന, അതിന് കൗണ്ടർ തമാശ പറയാനാണെങ്കിൽ പോലും ആ പറഞ്ഞ തമാശയെ ആസ്വദിച്ചതിന് ശേഷം മാത്രമേ ഷാഫി തിരിച്ചു പറയാറുള്ളൂ. അങ്ങനെ എപ്പോഴും എല്ലാ സന്ദർഭങ്ങളെയും വളരെ ലാഘവമായിട്ട്, നമ്മളെ വളരെ ലളിതമായിട്ട് കൊണ്ടുപോകും. ഷൂട്ടിംഗ് ലൊക്കേഷനാണെങ്കിൽ പോലും വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല ഒരു സംവിധായകൻ തന്നെയാണ് ഷാഫി. ഷാഫിയായിട്ട് ആദ്യമൊന്നും എനിക്ക് അങ്ങനെ വലിയ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം റാഫിയുടെ സഹോദരനാണെന്ന് അറിയാം. പഞ്ചാബ് യൂസ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അന്നൊക്കെ അതിനകത്ത് ഈ നൃത്തം ചെയ്യാനും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ടും അന്നത്തെ വേറെ ആഘോഷ മൂഡിലൊക്കെ ഞാനൊന്ന് ഷാഫിയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ പ്രത്യേകിച്ചൊരു കൂടുതലുണ്ടായിരുന്ന അസിസ്റ്റൻസ് റാഫിയുടെ അസിസ്റ്റന്റ് ആണെന്നറിയാം, അല്ല അനുജനാണെന്നറിയാം എന്നുള്ളതിലുപരി പുള്ളിയായിട്ട് അങ്ങനെ വലിയ അടുപ്പമൊന്നും കാര്യങ്ങളും ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. ശരിക്ക് ഷാഫിയെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഹിറ്റ്ലർ എന്ന് പറയുന്ന സിദ്ദിഖ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ആ സീൻ വരെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ പറയാം, അതിന് ഷൂട്ടിങ്ങിനിടയ്ക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഷാഫി ഒരു തമാശ ഡയലോഗ് അവിടെ പറഞ്ഞു. അത് ഞാൻ സത്യത്തിൽ അതുവരെ ഷാഫിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തമാശയായിരുന്നു. എല്ലാവരും യൂണിറ്റിലുള്ള എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അതപ്പോൾ തന്നെ അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഈ തമാശ ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഷാഫി ഇങ്ങനെ പറഞ്ഞ കാര്യം. പക്ഷെ എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയതിന് ശേഷം അതെന്തായിരുന്നു ആ തമാശ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ഹിറ്റ്ലർ പടം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരും. അങ്ങനെ ആ ഒരു തമാശ പറഞ്ഞതിനകത്ത് ഒന്ന് ക്ലിക്കായിട്ടാണ് ഞാനൊന്ന് വൈകിട്ട് റൂമിൽ ചെന്നപ്പോൾ സിദ്ദിഖിനടുത്ത് ചോദിച്ചു, സിദ്ദിഖ് ഈ ഷാഫി ആള് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് പറഞ്ഞു, ആടോ അവൻ എടുക്കാനാണ് എനിക്കറിയാം, എനിക്കറിയില്ല മ്യൂക്രി നടത്തുന്നതാണ്. അവന് നല്ല നല്ല സെൻസാണ്. വീട്ടിൽ അവൻ ഓരോ തമാശ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്ന കാര്യത്തിലൊക്കെ മിടുക്കനായിട്ടുള്ള ആളാണ്. ആ ഒരു സ്ഥലത്തുനിന്ന് പോലെ നമ്മൾ ഈ ഷാഫിയിലേക്കൊരു ശ്രദ്ധ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം തെങ്കാശിപ്പടം അങ്ങനെ പടങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ തെങ്കാശിപ്പടത്തിന് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഗിരീഷ് വൈക്കമാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വരുന്നത്. ഷാഫി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം, റാഫി മക്കാട്ടി സ്ക്രിപ്റ്റ് എഴുതുന്നു. അങ്ങനെയാണ് ഈ വൺ മാൻ ഷോ എന്ന് പറയുന്ന ആ സിനിമ ഉണ്ടാകുന്നത്. ആ ലൊക്കേഷനിലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രൊഡ്യൂസർ ഗിരീഷ് ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ അതിനുശേഷം ഞാൻ കല്യാണരാമൻ എന്ന് പറയുന്ന ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രം, ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് വെച്ചാണ്. അതുവരെ ഞങ്ങൾ തമ്മിൽ ഒരു ഡയറക്ടർ ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ പ്രൊഡ്യൂസർ ബന്ധം ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി പണവുമായിട്ട് എൻ്റെ ഒരു പിശുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ലൊക്കേഷൻ. അത് ഞാൻ റാഫിയെടുത്ത് ഉപയോഗിച്ചിട്ടുള്ള തന്ത്രമുണ്ട്, ഞാൻ പിന്നീട് പറയാം. അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഈ റാഫിയൊക്കെ ഇടയ്ക്ക് ഒരു സിഗരറ്റ് വലിക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ ഈ സീൻ എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോകും. അപ്പൊ ഒരു സിഗരറ്റ് വലിച്ച് അവിടെ പോയി നിന്ന് മറ്റുമായിട്ട് സംസാരിച്ച് ആ സിഗരറ്റ് തീർന്ന് തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഒരു 10-15 മിനിറ്റ് നഷ്ടപ്പെടും. അതൊരു 10 പ്രാവശ്യമാകുമ്പോൾ 1 മണിക്കൂർ നഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നഷ്ടപ്പെട്ടില്ലേ. അപ്പൊ ഷൂട്ടിങ്ങിന്റെ ടൈം ഇയാൾ സിഗരറ്റ് വലിച്ച് കളയുന്നു എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് ഞാൻ പിടിച്ചിട്ട് അന്നൊരു ഒരു ഉപദേശം കൊടുത്തു. അപ്പൊ അതുവരെ എന്നെ ഭയങ്കര റെസ്പെക്റ്റാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ചാടി വീന്നേക്കും, സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ഇവര് അപ്പൊ താഴെ ഇട്ടിട്ട് ചവിട്ടി കെടുത്തും എന്നൊക്കെ പറയുന്നു. ഞാൻ കരുതി റെസ്പെക്റ്റ് വേണോ അല്ലെങ്കിൽ പണമാണോ നല്ലത് എന്നാലോചിച്ചപ്പോഴാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറക്കുന്നതായിരിക്കും നല്ലത് എന്ന് കരുതിയിട്ട് ഞാൻ ഈ റെസ്പെക്റ്റ് അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഷാഫി വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്നെ റാഫിയുടെ പടത്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെ ബഹുമാനമൊക്കെ നല്ലതാണ്, പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സിഗരറ്റ് ഒരു ബഹുമാനത്തിന്റെ ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഇവിടെ നിന്ന് വലിച്ചോളൂ, എൻ്റെ മുമ്പിൽ വലിച്ചോളൂ, എനിക്ക് അതിനകത്ത് വലിയ സന്തോഷമാണ്. നിങ്ങൾ ദൂരെ പോയി വലിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ സമയം ലേറ്റ് ആകുമ്പോൾ. അങ്ങനെ നിർബന്ധമായിട്ട് കയ്യിൽ സിഗരറ്റ് വെച്ച് വലിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിൽ അവിടെ മുതലാണ് ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ
വളരെ ഓപ്പണായിട്ട് അങ്ങോട്ട് പറയാനും തർക്കിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസരം കിട്ടിയത്. അന്ന് അത് പണത്തിന് കൊതിച്ചിട്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ മുതൽ അത് ഞാൻ റാഫിയിൽ നിന്ന് അനുഭവിച്ചപ്പോഴാണ്. റാഫി ഞാൻ ഒരുമിച്ചിരുന്ന് തമാശ പറയുന്ന, എന്ത് വേണമെങ്കിലും പറയാവുന്ന, സിഗരറ്റ് വലിക്കാവുന്ന ഒരു ബന്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് എനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടിയത്, റാഫിയെ പോലുള്ള സുഹൃത്തിനെ. അതുപോലെ ഷാഫിയെ പോലുള്ള സുഹൃത്തിനെ എനിക്ക് കിട്ടിയതും എൻ്റെ അടുത്ത അനുജൻ എന്നൊക്കെ പറയുന്ന സ്ഥാനം വിട്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയത് അന്നത്തെ ആ കൂടിച്ചേരലായിരുന്നു. അതിനുശേഷം എന്നും ഞങ്ങൾ എല്ലാ പടങ്ങളും ചെയ്തപ്പോഴും ഒരുപാട് ആസ്വദിച്ച് സിനിമകൾ ചെയ്തപ്പോഴാണ്. ഷാഫി കാരണം എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബെന്നി പി നായരുടെ പദത്തിനെ പോലെ ഒരു നല്ല സുഹൃത്ത്, എല്ലാം സ്വീകരിക്കാൻ മനസ്സുള്ള നല്ല സുഹൃത്ത്. സച്ചിയൊക്കെ എനിക്ക് ഷാഫി വഴിയായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സുഹൃത്തായിരുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ. പിന്നെ സിനിമ എന്നുള്ള കാര്യത്തിലും കല്യാണരാമനും അതുപോലെ സിനിമകളും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള തൊമ്മന മക്കളൊക്കെ ഉണ്ടാക്കിയ സാമ്പത്തിക ലാഭം, എനിക്ക് സിനിമയിൽ അഭിനയത്തിലുള്ള എൻ്റെ സ്ഥാനം, അതുപോലെ പ്രൊഡ്യൂസർ എന്നുള്ള ആൾക്കുള്ള എൻ്റെ ഒരു സ്ഥാനം, അങ്ങനെ എല്ലാ കാര്യത്തിലും എൻ്റെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഷാഫി. ഷാഫിയെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഷാഫിയുടെ ആത്മാവിന് വീണ്ടും ഒരിക്കൽ കൂടി